താഴെ കിടക്കണ ആസ്റ്റൺ വില്ല, മൊണോക്കോ, റയൽ, ഡോട്ട്മുണ്ട്, ബയൺ 1 പോയിന്റ് വ്യത്യാസമുള്ളൂ. ടോപ്പ് 4 സേഫ്, ടോപ്പ് 5 സേഫ് ആണ്. കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. മാനസിക നില ഫുള്ളായിട്ട് തകർന്നിരുന്നു. എൽ ക്ലാസിക് തോറ്റിട്ട് കുറച്ചായി, അതിന്റെ ഒരു ടൈമൊക്കെ കഴിഞ്ഞു. സംഭവം ശരിയാ, നിങ്ങൾ ഞങ്ങളെ തല്ലി കൊല്ലുന്നുണ്ട്. പക്ഷെ അതും പറഞ്ഞ ടേബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങളെക്കാളും ഗതി കിട്ടാത്ത ടീമുകളോടല്ലേ തോക്കണത്. എല്ലാവർക്കും എക്സ് ക്ലാസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ പോഡ്കാസ്റ്റ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് വൈകി, വേറൊന്നുമല്ല, നമ്മുടെ ബാഴ്സയുടെ ഒപ്പോണൻറ്റ് ഫാനായ മുസ്താഖിനെ കിട്ടാണ്ടായില്ല. കാരണം 5-2 തോറ്റതിന് ശേഷം വാട പോഡ്കാസ്റ്റ് എടുക്കാതെ എടുക്കാന്ന് പറഞ്ഞാൽ പുള്ളി ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. പുള്ളി പറഞ്ഞ പുള്ളിക്ക് സ്വന്തം ഫാൻസിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല, ബാഴ്സയുടെ ഫാൻസിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല, കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, മാനസിക നില ഫുള്ളായിട്ട് തകർന്നിരുന്നു. പിന്നെ അന്ന് ലൈവ് എനിക്കൊന്നൊരു 300-400 അടുത്ത് കണ്ടിട്ടുണ്ടാവും. അത് കണ്ടവർക്ക് അറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കരിഞ്ഞിരിക്കാറുണ്ട്. ഇപ്പം ഒന്ന് ജീവൻ വെച്ചിട്ടുണ്ട്. നമുക്ക് റിപ്ലൈ വീഡിയോ കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും ചോദിച്ച്, അല്ലാണ്ട് പേഴ്സണൽ മെസ്സേജൊക്കെ ചോദിച്ചിരുന്നു. നമുക്കത് ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, നമുക്കിപ്പോൾ എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. മുസ്താഖെ, എൽ ക്ലാസിക് തോറ്റിട്ട് കുറച്ചായി, അതിൻ്റെ ഒരു ടൈമൊക്കെ കഴിഞ്ഞു. അടുത്ത കളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. എന്താണ് ആ തോൽവിനെ കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ 3 വർഷത്തിലോ 4 വർഷത്തിലോ കറക്റ്റായിട്ട് അറിയില്ല, കഴിഞ്ഞ 3 വർഷത്തിലോ 4 വർഷത്തിലോ ബാഴ്സലോണ ആകെ നേടിയത് 4 ട്രോഫി എന്ന് തോന്നുന്നു. റയല് കഴിഞ്ഞൊരു വർഷം മാത്രം അതേ 4 ട്രോഫി നേടി. 2024 എടുത്താൽ തന്നെ UEFA സൂപ്പർ കപ്പ് അടിച്ച്, ക്ലബ് വേൾഡ് കപ്പ് അടിച്ച്. നിങ്ങൾ 3-4 കൊല്ലത്തിന് ശേഷം ഒരു ട്രോഫി അടിക്കണം തന്നെ. അതുകൊണ്ട് തന്നെ ആ ട്രോഫിയിൽ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ സന്തോഷിച്ചു. ഈ പറഞ്ഞ പോലെ ലാ ലീഗ അടിച്ചിട്ടില്ല, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ല, ഒരു കിങ്സ് കപ്പ് അല്ലേ എടുത്തു. സൂപ്പർ കോപ്പ മാറിപ്പോയി, സൂപ്പർ കോപ്പ. ഓക്കെ, ഞങ്ങൾ ദാനായിട്ട് എടുത്തു. പക്ഷെ ഈ കളിക്ക് മുമ്പ് നീ ഇതൊന്നല്ലല്ലോ പറയുന്നത്. പടക്കം പൊട്ടിക്കാൻ പറ്റില്ല, നാലെല്ലാം അടിക്കൂല. ഇത് തന്നെയാണ് നമ്മൾ 4-0 തോറ്റ എൽ ക്ലാസിക്കോലും പറഞ്ഞത്. ഈ എൽ ക്ലാസിക്കോ കളിക്ക് മുമ്പ് വീരവാദം, എംബാപ്പയും പിള്ളേരും അടിക്കും, അല്ലെങ്കിൽ ആഞ്ചലോട്ടി പിരികം പൊക്കിയില്ല. എന്നാലൊരു മര്യാദ ഇല്ലേ ഒരു ടീമിന്? ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ എന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ട, നീ വന്ന് സപ്പോർട്ട് ചെയ്യോ? ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ ഞാൻ ചെയ്യേണ്ട ഏക ഘടകം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തോരം എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, എന്തോരം എൻ്റെ ടീമിനെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റുമോ, അതാണ് ഞാൻ ചെയ്യേണ്ടത്. പിന്നെ വർണ്ണിക്കാൻ സപ്പോർട്ട് ചെയ്യാനും മാത്രമുള്ള ക്ലബ്ബ് തന്നെയാണ് റയൽ മാഡ്രിഡ്. അതിനൊരു കുറവുമില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ ഞാൻ പറയും. ആസ് എ റയൽ മാഡ്രിഡ് ഫാൻസ് പറയുന്നത് നീന്റെ അടുത്ത് വാ തുറക്കല്ലേ എന്ന് പറയുന്നത്. അവരെന്തുണെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അവരുടെ ചെലവിനെല്ലാം നിൽക്കണേ. അവർ വേണമെങ്കിൽ കണ്ടാൽ മതി, വേണമെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി, വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. തെറി പറയണവർക്ക് തെറി ഊക്കേണ്ടവർക്ക് ഊക്കാം. ഐ ഡോണ്ട് കെയർ. ഞാൻ എന്റെ ക്ലബിനെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോ എന്തൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും സ്വന്തം ടീമിനെ കണ്ണട വെച്ചോണ്ട് കണ്ണീര് വരുന്നില്ല, അത് മാത്രം മനസ്സിലാവില്ല. ഇല്ല, പക്ഷെ എന്നാലും സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്യും. അവൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മറ്റേ റയൽ മാഡ്രിഡിന്റെ കംബാക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ബാഴ്സലോണയുടെ PSG ക്കെതിരെയുള്ള കംബാക്ക് എന്നുള്ള വീഡിയോ ഉണ്ട്. ഞാൻ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ള കംബാക്ക് എന്നുള്ളത്. അതിന് എന്തോരം പേര് ഹാലാ മാഡ്രിഡും അതേപോലെ തന്നെ മറ്റേ സപ്പോർട്ടിംഗ് ആയിട്ട് എന്തോരം പേരാ പറഞ്ഞു. എന്താ പറയുക, ജയിക്കുമ്പോൾ കൂടെക്കണം, തോൽക്കുമ്പോൾ ഒരാളെ മാത്രം പരിചാരണം. അതിനെന്ത് കാര്യമായിരിക്കണം? സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ യാതൊരു ഇക്ബാൽ അർജന്റീനയുടെ ഫസ്റ്റ് കളിക്ക് സൗദി ആയിട്ടുള്ള കളി കാണാൻ പോയി. ഫസ്റ്റ് കളി തോറ്റപ്പോൾ തന്നെ ആൾക്കാർ എന്താ പറഞ്ഞു, മാൻഡ്രിക്കാണ്, അതുകൊണ്ടാണ് അർജന്റീന തോറ്റത്. അർജന്റീന വേൾഡ് കപ്പ് അടിച്ചില്ലേ? അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു 2-3 കളി എന്താ പറയുക, റയൽ ജയിക്കുന്ന കളികളെ കുറിച്ച് ഞാനൊന്നും പറയാറില്ല. തോക്കണ കളിക്ക് മുമ്പായിട്ട്, മെയിൻ കളികൾക്ക് മുമ്പായിട്ട് ഞാൻ കുറച്ച് വീരവാദങ്ങൾ ഇറക്കുന്നുണ്ട്, വീഡിയോ പറയാനുണ്ട്. റയൽ ജയിക്കുന്നു, ആ കളികൾക്ക് എന്താ പറയുക തോറ്റുപോയി. അത് പക്ഷേ ഞാൻ വല്ല കോച്ച് ചെയ്ത് ഞാൻ വല്ല ഇതുപോലെ ചെയ്തുകൊണ്ടാണ്. നീ പറഞ്ഞോണ്ടാണ് ലോകത്തുള്ള എവിടെയുള്ള ഒരു മനുഷ്യൻ എന്തോ പറഞ്ഞ് ആ ടീം തോറ്റീന്, ആ ടീമിന്റെ അയ്യോ ശരിയാ, നിങ്ങൾ കേൾക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യാനോ, അതാ പറഞ്ഞു. ലോകത്തുള്ള എവിടെയുള്ള ഒരാള് തന്റെ ടീമിനെ കുറിച്ച് കുറച്ച് ആധികാരികമായി വർണ്ണിച്ചെന്നും പറഞ്ഞ് ആ ടീം അതേപോലെ കളിച്ചില്ല. അൺഫോർച്ചുനേറ്റ്ലി റിസൾട്ട് എതിരായി പോയി. പക്ഷേ അത് പുള്ളിക്കാരൻ്റെ ഇതുകൊണ്ടാണ്. ഞാൻ ഈ വീഡിയോ ഇറക്കണേക്കാളും മുമ്പ്, ഈ കൊല്ലങ്ങൾക്ക് മുമ്പായിട്ട്, ഞാൻ വർഷങ്ങളായിട്ട് റയലിനെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്നൊക്കെ റയൽ ജയിച്ചതിനിപ്പോൾ അത് എൻ്റെ ഇതിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. തോക്കും മാത്രം പിന്നെ എൻ്റെ വെള്ളിക്കിട്ടൊക്കെ എന്ത് ഇതിലാണ്? നാട്ടുകാർക്ക് കമന്റ് ചെയ്യാം, അതൊന്നും എന്നെ ബാധിക്കാൻ പോലുള്ള. ഇനി റയലിന്റെ കളി വരും, ഇനി ഞാൻ വീഡിയോ ഇടും. എന്താ പറയാ, ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് പറയൂലേ. കളി ജയിക്കും. കമ്പയർ ചെയ്ത് ലോകത്തിലെ പുസ്തകം പോയി.
ലോകത്തിലെ ഏതോ കോണില് ജയിച്ചു കഴിഞ്ഞാൽ സെന്റർ ആയിരിക്കും ഇവൻ. അല്ല, ഞാൻ ഒരിക്കലും ജയിക്കുമ്പോ അതിനെ ജയിക്കുമ്പോ അത് പൊക്കി പിടിച്ചോണ്ട് തോക്കുമ്പോ മാറാനും എനിക്ക് അങ്ങനെ അതിന്റെ അക്സെപ്റ്റ് ചെയ്തതാടാ. ഒറ്റ കാര്യമുള്ളൂ, വീണെടുത്തിരുന്ന് ഉരുളാൻ പാടില്ല. ഞാൻ ഇപ്പോഴും ഉരുളണില്ല. സംഭവം ശരിയാ, ബാഴ്സക്കെതിരെ 2 കളി റയൽ ദയനീയമായി തോറ്റ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ തളരാൻ പോലുള്ള ലാലിഗ ടേബിൾ എടുക്കുക. ഈ പറഞ്ഞ മാസ്മരിക പെർഫോമൻസ് നടത്തുന്ന ബാഴ്സ എവിടെ? സാവിയുടെ കീഴിൽ കഴിഞ്ഞ സീസൺ ഇതേ സമയത്ത് ബാഴ്സലോണക്ക് എന്തോ 42 പോയിന്റ് ഉണ്ട്. ഈ സീസൺ എത്ര പോയിന്റ് ഉണ്ട്? റയൽ കഴിഞ്ഞ സീസണേക്കാളും ഒന്നും കൂടി മെച്ചപ്പെട്ട ലാലിഗയിൽ ഈ സീസണിൽ നിൽക്കണ്. റയലും ബാഴ്സലോണയും 7 പോയിന്റ് വ്യത്യാസമുണ്ട്. സംഭവം ശരിയാണ്, നിങ്ങൾ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നുണ്ട്. പക്ഷെ അതും പറഞ്ഞ ടേബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങളെക്കാളും ഗതി കിട്ടാത്ത ടീമുകളോടല്ലേ തോക്കണ്. അതിനോട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അത് പറ, റയൽ മാഡ്രിഡ് തോപ്പിക്കുന്നുണ്ട്, ഓക്കെ ഫൈൻ. ബാക്കിയുള്ള ടീമുകളെ തോപ്പിക്കുന്നു. ഇനി പറ എല്ലാവരോടും വൈറ്റ് ജേഴ്സി ഇട്ട് വരാനായിട്ട്, അപ്പൊ തോപ്പിക്കാൻ പറ്റൂന്ന്. എടാ, നീ ഇത്രയും കൊല്ലം സാവിക്ക് എതിരായിരുന്നു. ഇപ്പൊ ഫ്ലിക്ക് വന്ന് കളി ജയിച്ചു തുടങ്ങിയപ്പോ ഫ്ലിക്കിനെ സാവിനെ സപ്പോർട്ട് ചെയ്യണം. ശരിയാണ്, ലലീഗ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോ ഇപ്പൊ കുറവാണ് സാവിൻസ് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ നേരത്തെ ഇതിനു മുമ്പ് ഞാൻ പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, ഫ്ലിക്ക് വന്നതിന് ശേഷമുള്ള കളിയുടെ ചേഞ്ചസ്, ഗോൾ ഡിഫറൻസ് സമ്മതിച്ച് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വലൻസിയായിട്ട് കളി എത്ര ജയിച്ചത്? 7-1. സമ്മതിച്ച് ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഗോൾ ഡിഫറൻസ് മാർജിനും ബാഴ്സലോണ ജയിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണെന്ന് പറഞ്ഞപ്പോൾ 1 ഗോളിൽ ജയിച്ചാലും 2 ഗോളിൽ ജയിച്ചാലും ഗോൾ ഡിഫറൻസിൽ വലിയ ഡിഫറൻസ് വരാൻ പോയിന്റബിൾ ഡിഫറൻസ് വരാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലിക്കിന് മുമ്പ് സാവി എടുത്തു, കോമൻ എടുത്തു, വാൽവെർദെ എടുത്തു, ലൂയിസ് എൻറിക്കെ എടുത്തു, പെപ്പ് എടുത്തു, അങ്ങനെ എന്തോരം ടീറ്റോ വാൽനോ എടുത്തു, എന്തോരം കോച്ചസ് ഇരുന്നാലും ഇത്രയും വർഷങ്ങളിൽ ബാഴ്സലോണയ്ക്ക് ഏറ്റവും പോയിന്റ് കുറവുള്ള സീസൺ വന്നേക്കുന്നതാണെന്ന് ഞാൻ പറയണത്. കോമനൊന്നും പറയാൻ പറ്റില്ല, കോമനൊക്കെ ഇത്രയും കയറാൻ കാര്യം മെസ്സി ഉള്ളതുകൊണ്ട് മാത്രം. ആയിക്കോട്ടെ, കോച്ചായിരുന്നു. ആയിക്കോട്ടെ, ടൈറ്റിൽസ് ഉണ്ടായില്ലേ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ മെസ്സിമിലാനോ അലെഗ്രി എന്താ ഡിഫൻസീവ് ടാക്ടിക്സിന്റെ എന്തിന് സിമിയോണി പാർക്ക് ദ ബസ് എന്ന് പറഞ്ഞ ടാക്ടിക്സ് അല്ലേ? പക്ഷെ റിസൾട്ട് കിട്ടണില്ലേ, പോയിന്റ്സ് കയറണില്ലേ? ആൾക്കാർക്ക് വേണ്ട എന്താ? റിസൾട്ടും ട്രോഫി അല്ലേ? അല്ലാണ്ട് പ്യുവർ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ സീസൺ നമ്മൾ നോക്കുമ്പോൾ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ നിന്റെ ടീം ട്രോഫി അടിച്ചില്ല, അപ്പുറത്തെ ടീം ട്രോഫി അടിച്ചു. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾ കളിച്ചത് ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾ ഇത്ര ഗോൾ അടിച്ച്, അതങ്ങനെ അച്ചീവ്മെന്റ് ആയിട്ട് പറയാൻ പറ്റും? ഞാൻ നോക്കിയിട്ട് അച്ചീവ്മെന്റ്, കാരണം ഫസ്റ്റ് സീസണാണ്. എത്ര കളി? 20 കളിയായിട്ടല്ലേ ആയിട്ടുള്ളൂ. 20 കളി കിട്ടാവുന്നേക്ക് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഫ്ലിക്ക് വിരമിച്ചാൽ അത്യാവശ്യം നല്ല കോച്ചാണ് ബാഴ്സ. ഞാൻ എടുത്ത് നോക്കണമെങ്കിൽ 1 ഓഫ് ദി ബെസ്റ്റ് കോച്ചായിട്ട് വരും. അതായത് മെസ്സി, സുവാരസ്, നെയ്മർ അവർക്ക് പോയതിന് ശേഷമുള്ള ആരൊക്കെ വന്ന കോമൻ, പിന്നെ ഇവൻ വാറലിന്റെ കാര്യം മുമ്പുണ്ടായതായിരുന്നു. അല്ല, നെയ്മർ ഞാൻ പറയുകയാണെങ്കിൽ പുള്ളി കളിക്കുന്നുണ്ട്, അടിപൊളി കോച്ചാണ്. പറഞ്ഞില്ലേ നിങ്ങൾ ആരാ മറ്റേ ബയോൺ 8-2 തല്ലിക്കൊന്നപ്പോ ഉണ്ടായ സിറ്റിൻ? അതിനൊന്നും കോച്ചർ കൂട്ടാൻ പറ്റില്ല. പുള്ളി തന്നെ പറഞ്ഞ പശുവിനെ കറന്നുകൊണ്ടിരുന്നപ്പോ പുള്ളിക്ക് കോള് വന്നതാണ് ബാഴ്സയുടെ കോച്ചാണ്. ഫസ്റ്റ് സീസണാണ്, ടൈമുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് സീസൺ നീ പറഞ്ഞു, ഫസ്റ്റ് സീസണിൽ തന്നെ ട്രോഫി അടിച്ചേക്കാൻ എന്തോരം കോച്ചസ് ഉണ്ടായിട്ടുണ്ട്. 2 സൈഡിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയും അത് സീസൺ വണ്ടറാണ്. ഇവന് അപ്പുറം ഇപ്പുറം സൈഡ് ഒരു സീസൺ വണ്ടർ എന്നല്ല ഞാൻ പറയണ. ഈ പറഞ്ഞ ആന്റോണിയോ കോണ്ടെ, അതേപോലെ തന്നെ വേറെ ആരാ ഇഷ്ടംപോലെ കോച്ചസ് ഉണ്ടായിട്ടുണ്ടല്ലോ പ്രീമിയർ ലീഗ് എടുത്തു കഴിഞ്ഞാൽ. മൊറീഞ്ഞോ, കോണ്ടെ, ഇങ്ങനെ ഇഷ്ടംപോലെ കോച്ചസ് ഫസ്റ്റ് സീസണിൽ തന്നെ ട്രോഫി അടിച്ചവരുണ്ട്. ലാലിഗ എടുത്താലും സാബിന്റെ ഫസ്റ്റ് സീസണിൽ ലാലിഗ അടിച്ചില്ലേ? ഞാൻ അതാ ചോദിക്കണ. അതാ പറഞ്ഞ നമുക്ക് 2 സൈഡുണ്ട്. ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് സീസൺ സാബി കപ്പടിച്ചെന്ന് പറഞ്ഞു, പിന്നത്തെ അടിച്ചില്ലല്ലോ, പുറത്തു പോയില്ലേ, കളഞ്ഞില്ലേ. പ്രതീക്ഷ അവന്റെ പ്രതീക്ഷ അവൻ പറയണത് ട്രസ്റ്റ്. അപ്പൊ നീ ഒരു ഫാനല്ലേ? നീ ബാഴ്സലോണ ഫാനല്ലേ? പിന്നെ നീ എന്ത് മിണ്ടാണ്ടിരിക്കണേ? ഞാനതിന് അഗ്രി ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ വേറൊരുത്തിനുണ്ടല്ലോ ജയിച്ചിട്ട് വാ വിളിക്കാണ്ടിരിക്കണേ. ഞാൻ വാ വിളിക്കാണ്ടിരിക്കണല്ല, നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പോഴൊന്നും ഉരുണ്ടില്ല, അതാണ് വ്യത്യാസം. ഇപ്പൊ കിട്ടാതെ കിട്ടി. അല്ല, അന്ന് ലൈവ് പോയപ്പോ എന്റെ അപ്പുറത്തിരിക്കുന്നുണ്ടായി ഒരക്ഷരം. പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ മരുമപ്പാണ്ടാകില്ല. ഞാൻ പിന്നെ എന്തിനാണ് അപ്പൊ മരുന്ന് നിൽക്കുന്നത് കൂടെ എനിക്ക് ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. സോ പ്രോബബ്ലി വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഇറ്റ്. പോഡ്കാസ്റ്റ് ആരും കാണൂല ഈ വർത്താനം കേട്ട്. നമുക്ക് മെയ് 11 കൂടി കാണാം. അതിനു മുമ്പ് മാഡ്രിഡ് ഡെർബി ഉണ്ട്, അതിനു മുമ്പ് കാണാം. മാഡ്രിഡ് ഡെർബി ആക്ച്വലി ആ മാഡ്രിഡ് ഡെർബി ആര് ജയിക്കണോ അവര് ലാലിഗ അടിക്കാനാ സാധ്യത. ഇപ്പൊ നിലവില് ബാഴ്സയും റയലായിട്ട് 7 പോയിന്റ് വ്യത്യാസമുണ്ട്. ഇതേ സെയിം പോയിന്റ് വ്യത്യാസമാണ് ലിവർപൂളും ആഴ്സണലും തമ്മിൽ. ഞാനിപ്പോ ബാഴ്സയുടെ നോക്കിയതിൽ ഫെബ്രുവരി 6-ന്
അത്ലറ്റിക് ക്ലബായിട്ട്. അത്ലറ്റിക് ക്ലബ് മാൻഡ്രിഡ് ആയിട്ട്. ഫെബ്രുവരിയിൽ ബാഴ്സക്ക് അത്ലറ്റിക് മാഡ്രിഡ് ആയിട്ടുണ്ടോ? റയലിന് റയലിന് ഫെബ്രുവരി 6 റയലും അത്ലറ്റിക്കോ. പിന്നെ മെയ് 11 എൽ ക്ലാസിക്കോ. ഈ 2 കളിയും തോറ്റ് കഴിഞ്ഞാൽ ബാഴ്സക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ അപ്പോഴും നീ പറഞ്ഞേക്കോട്ട് ബാഴ്സ ചെറിയ ടീമുകളായിട്ട് തോക്കാണ്. എന്താ പറയാ, അപ്പോഴും കാര്യമില്ല. മാഡ്രിഡ് ഡെർബിയിൽ ഒന്നില്ലെങ്കിൽ അത്ലറ്റിക് കഴിക്കും. സോ ഡ്രോ ആയാലും കുഴപ്പമില്ല. പക്ഷെ മറ്റേ അത്ലറ്റിക്കോടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയിന്റ് കളഞ്ഞോളും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, റോബിൻ ഹുഡ് ഓഫ് ലാ ലീഗയാണ് ബാഴ്സലോണ. വലിയവരുടെ നിന്ന് പോയിന്റ് എടുത്തിട്ട് ചെറിയവർക്ക് കൊടുക്കും. അപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റയൽ അതേ സമയം ചെറിയ ടീമുകളായിട്ട് തോക്കണില്ല. റയൽ ജയിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. റയൽ പൊട്ടാൻ ചാൻസ് ഉള്ള 2 കളികൾ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോയും ബാഴ്സലോണയും മാത്രമാണ്. ആ 2 കളിയും റയൽ കടന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലാലിക അടിക്കും. പിന്നെ പറയാനുള്ള കേസ്, വന്ന സമയത്ത് ഇത്രയധികം വിമർശനങ്ങളും ട്രോളുകളും ക്രിറ്റിസിസവും കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു പ്ലെയർ ഉണ്ടാവില്ല. കോച്ചേരിയിലെ രാജമോഹൻ വന്ന സമയം എല്ലാവരും ഊക്കിനൊരു ക്ഷാമുണ്ടല്ല. കാരണം വേൾഡ് കപ്പിലെ ആ ഹാട്രിക് പെർഫോമൻസിന് ശേഷം മാസ്മരികമായിട്ടുള്ളൊരു വരവായിരുന്നു. കാത്തിരുന്ന് വന്നതാണ് രാജമോഹൻ. പക്ഷെ രാജമോഹൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതെന്തുന്നാ കളിക്കണം, ഇത് എംബാപ്പയിൽ, ഇത് എന്താ പറയുക, എംബാപ്പെ 180 ആണ് അല്ലെങ്കിൽ 320p ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൻഡോസ്കി ഇപ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷം വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ആവണം. എംബാപ്പയുടെ രാജമോൻ്റെ വേസ്റ്റ് സീസണിൽ പോലും ഗോളിൻ്റെ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 15 ഗോൾ, 2 ഗോൾ ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ റയലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോവിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആദ്യം മാരിയാനോ ഡിയാസ് വന്നു, ഹസാർഡ് വന്നു, ഇപ്പോൾ വിനീഷ്യസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ റയലിന് എപ്പോഴും ബെസ്റ്റ് വേൾഡ് ക്ലാസ് ഫോർവേഡ്സ് ഉണ്ടായിട്ടുണ്ട്. റൊണാൾഡോ നസാരിയോ, റൗൾ, ബെൻസിമ. ഇതിന് ശേഷം അവിടെ ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പം കിട്ടി, കിലിയൻ എംബാപ്പെ 9ാം നമ്പർ ഇട്ടത്. എംബാപ്പെ ഇനി പ്രോപ്പറായിട്ട് നമ്പർ 9 റോളിൽ കളിക്കും, ത്രൈവ് ചെയ്യും. റയലിൻ്റെ ഈ സീസണിലെ മെയിൻ ഒരു ഇത് എംബാപ്പെ തന്നെയായിരിക്കും. നിങ്ങൾ സീസൺ പോകുന്നിടത്തോളം കണ്ടോ എംബാപ്പയുടെ രാജമോൻ്റെ ഒറ്റ ഇതിൽ റയൽ എവിടെ ഇനി എത്താൻ പോണെന്ന്. കാരണം എന്താ പറയുക, സ്വാഭാവികമായിട്ടും ഒരു പ്ലെയർ ഒരു ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ടീമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. എംബാപ്പയ്ക്ക് ആ ടൈം വേണ്ടി വന്നു. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ മേലെ ഒറ്റയടിക്ക് അഡാപ്റ്റ് ആകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എംബാപ്പയ്ക്ക് സമയം കൊടുത്തു, എംബാപ്പെ അഡാപ്റ്റായി ഇപ്പോൾ ആ ഫോം കാണിക്കുന്നുണ്ട്. എംബാപ്പേനെ വിമർശിച്ചവരെ ഈ പറഞ്ഞ പോലെ വാഗൊണ്ടല്ല, മറിച്ച് കാലുകൊണ്ട് അപ്പുറത്തെ പോസ്റ്റിലുള്ളവരുടെ ഗോൾ അടിച്ചുകൊണ്ടാണ് എംബാപ്പെ മറുപടി പറയുന്നത്, ഉത്തരം പറയുന്നത്. ടോപ്പ് സ്കോർ ആയിരിക്കും ഈ സീസൺ. അൺഡൗട്ടഡ്ലി ആവും. സ്ക്രിപ്റ്റ് പോയി ആരെ സ്ക്രിപ്റ്റ് ബൈ ഫ്ലോറന്റീനോ പെരസ്, ഡയറക്ഷൻ ബൈ ആരാണ് നിങ്ങളുടെ പൊട്ടാ നീ റയലിന്റെ ജേഴ്സിട്ടോണ്ടൊന്നും മണ്ടത്തിനും പറഞ്ഞോണ്ടിരിക്കണ. നിന്റെ അടുത്ത് ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെ സ്ക്രിപ്റ്റ് ബൈ ഫ്ലോറന്റീനോ പെരസ്, ഡയറക്ഷൻ നിങ്ങളുടെ പ്രസിഡന്റ് ബാർട്ടിമോ. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോ എംബാപ്പെ ടോപ്പ് സ്കോർ ആവാൻ നോക്കാം. പിന്നെ ഞാനും ആഷിക്കും നമ്മളൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്, റയല് കപ്പടിച്ച ആഷിക്ക് ബസ്കറ്റ് അടിക്കും. അതിന്റെ നീട്ടി വളർത്തിയ മുടി നിങ്ങൾ കണ്ടോ? അതേസമയം ബാഴ്സ ജയിച്ച ലാലിക അടിച്ച ഞാൻ ബസ്കറ്റ് അടിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഇവനെ കൊണ്ട് ഞാൻ അടിപ്പിക്കും, ഇവൻ എന്നെയും കൊണ്ട് അടിപ്പിക്കുന്ന പറയാം. അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിക്കാൻ വേണ്ടി 7 പോയിന്റ് വ്യത്യാസം നമുക്ക് ഇനി ആ ബെറ്റൊക്കെ വേണോ? അല്ല, നീ വലിയ അടുത്തിന് പടക്കം പൊട്ടിക്കുന്ന എറി കയറുന്ന അന്ന് ലൈവില് നീന്തുന്ന കാട്ടിക്കൂട്ടി എന്റെ അടുത്ത് ഫോണിൽ ലൈവ് ആർസി കിടക്കുന്നുണ്ട്. ഞാൻ മറക്കൂല ആശിക്ക്. ഏത് അവസരങ്ങളുണ്ടല്ലോ, ബൂമറാങ്കോലൊക്കെ ഇറങ്ങി തിരിഞ്ഞു വരും. അത് നിനക്കറിയാം. എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എക്കത്തിന് ഞാൻ മയ്യത്തിന് എടുക്കും. എനിവേസ് ജയിക്കും, അത്ലറ്റിക് മാഡ്രിഡ് ജയിക്കും പ്രാർത്ഥിക്കാം. അതെ, രണ്ടുപേരും മുടിയോടി ആസ് എ ഫേക്ക് റയൽ മാഡ്രിഡ് ഫാൻ എന്താ പറയാനുള്ളത്? അതുകൊണ്ടാണ് പറ. ക്ലാസിക്കോ ലീഗ ആയിരിക്കും. പറയണമെന്നൊക്കെ ഉണ്ട്. ക്ലിയർ 7 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. സീനാണ്. ഞാൻ അത്ലറ്റിക് വയ്ക്കുന്നു പറയാം. അതാണ് കുറച്ചും കൂടി സേഫ് ആൻസർ എന്ന് തോന്നുന്നത്. ജയിക്കണം എന്ന് ബാർസലോണയാണ് താല്പര്യം, ഇഷ്ടം. പക്ഷെങ്കിൽ നടക്കണ പോലെ തോന്നണില്ല. ഞങ്ങൾക്ക് എല്ലാ കളിയും ഒപ്പണിന്റെ റെയിലിന് തരാൻ പറ്റും. അൻസിലോട്ടിനെ കാണുമ്പോഴാണ് പിള്ളേര് പമ്പായിരിക്കണേന്ന് തോന്നുന്നത്. അങ്ങനെ അറിയുന്ന സീനിലായിരുന്നു. അതെ, ഒരുപാട് പമ്പായിട്ട് നിക്കണ്ട, കിട്ടാനുള്ളത് കിട്ടുമ്പോ അടിച്ചിരിക്കണം കേട്ടോ.
ആയിക്കോട്ടെ. ഒരു കളി അടുത്ത ക്ലാസ്സിക്ക് അങ്ങനെ റയൽ ജയിച്ചു കഴിഞ്ഞാൽ നിന്റെ കടയിലിട്ട് ഞാൻ ഷവായി വറക്കണേന് വരെ നിന്നെ ഞാൻ മറക്കും. അപ്പൊ 2-1 നമുക്ക് ഇങ്ങനെ പറയാ, 2-1 അങ്ങനെ പറയാലോ. ഇപ്പൊ പറയണ പോലെ മറ്റേ പുരാനോടത്ത് വരാല. സീസണിന്റെ അവസാനം നിങ്ങൾക്ക് അതേ പറയാനുണ്ടല്ലോ. ഞങ്ങൾ ക്ലാസ്സിക്ക് 2 തവണ റയലിനെ പൊട്ടിച്ച് റയൽ കപ്പടിച്ച് നോക്കിയിരിക്കുമ്പോ നിങ്ങളുടെ അച്ചീവ്മെന്റ് അതായിരിക്കും. ഇപ്പോ ലീഗയുടെ ടേബിളിൽ പറഞ്ഞ 1-ാം സ്ഥാനം വേസ്റ്റ് സീസണിലൊക്കെ നമുക്ക് തിരിച്ച് മെയിൻ സ്ഥാനത്തിലോട്ട് വരാം. ചാമ്പ്യൻസ് ലീഗ് എനിക്ക് ഉറപ്പായിരുന്നു ഇത് വരള്ളൂ. ചാമ്പ്യൻസ് ലീഗ് വരുമ്പോ ടോപ്പില് ബാഴ്സ എടുക്കുന്നുണ്ട്, ടോപ്പ് 2-ല്. നിങ്ങൾ പറഞ്ഞെങ്കിൽ സ്കോള് ഒരു 4 തവണ ചെയ്യണം. 16ാമത് എടുക്കണം. ക്വാളിഫൈ ആയിട്ടുള്ളൂ. അല്ല, റൗണ്ട് ഓഫ് 8 ക്വാളിഫൈ ആയിട്ടുള്ളൂ. റൗണ്ട് ഓഫ് 8 ക്വാർട്ടർ ഫൈനൽ വരെ ആയില്ല. റൗണ്ട് ഓഫ് 16 കളിച്ചിട്ടുണ്ട്. അവർക്ക് കുഴപ്പമില്ലെന്ന് പറയണം. ഒരു ടീമിനെ കൂടുതൽ തോപ്പിക്കുക, കുഴപ്പമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കഥയല്ല. അവരെ തോപ്പിച്ച ചാമ്പ്യൻസ് ലീഗിൽ മര കിട്ടണം. 4 ആള് കൂടുന്നോടത്ത് കിട്ടണം. എനിക്ക് റയലില് ആശയ്ക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, രാജാവിനെ കൊല്ലുമ്പോ കൊന്നു ഉറപ്പുവരുത്തണം രാജാവ് മരിച്ചെന്ന്. അല്ലെങ്കിൽ ഒരു തരി ശ്വാസം പോലും ഉണ്ടെങ്കിൽ തിരിച്ചു വരും, വീട്ടിൽ കയറി പണിയും. തിരിച്ചു വരും, പിന്നെയും രാജാവിനെ. കുറെ സിനിമകളാണ് പോഡ്കാസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോ തന്നെ മറ്റേ അങ്ങനത്തെ ഫുൾ സിനിമ ഡയലോഗ്സ് ഫിലിമായിട്ടാണ് തോന്നിപ്പോ. ഇതില് നമ്മള് പറയാൻ വിട്ടുപോയതല്ല പറയാൻ മെയിനായിട്ടുള്ള കാര്യം സിറ്റിയുടെ അവസ്ഥ. ശരിയല്ല, സിറ്റിയുടെ അവസ്ഥ 8 പോയിന്റ് ഉള്ളൂ. പിന്നുള്ളത് ബെൻഫിക്ക, PSG, സ്പോർട്ടിങ്, സ്റ്റുട്ട്ഗാർഡ്. ഇവർക്ക് 4 പേർക്കും 10 പോയിന്റ്. ഈ 4 ടീം ജയിച്ചതുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ PSG സ്റ്റുട്ട്ഗാർഡും തമ്മിൽ മാച്ച് ഉണ്ട്. പിന്നെ യുവന്റസും ബെൻഫിക്കയും തമ്മിൽ മാച്ച് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ യുവന്റസ് ജയിക്കും നോർമലി. പിന്നെ PSG സ്റ്റുട്ട്ഗാർഡുള്ള മാച്ചില് PSG അൺപ്രഡിക്റ്റബിൾ ആണ് ഈ സീസൺ. പക്ഷേ സിറ്റിനെ പൊട്ടിച്ചില്ല. പിന്നെ ലീഗ് വണ്ണിൽ ഇപ്പോഴും ഒരു കളി പോലും തോറ്റിട്ടില്ല. ആ ഒരു സംഭവം അറിയോ, ഈ സീസൺ ഫുൾ എടുത്തു കഴിഞ്ഞാൽ 2 ടീമുകൾ സ്വന്തം ലീഗിൽ തോക്കാണ്ടിരുന്നിട്ടുള്ളൂ. ഒന്ന് യുവന്റസ്, ഒന്ന് PSG ടീം ടേബിളിൽ ടോപ്പാണ്. എന്നാൽ യുവന്റസ് ഒരു കളി പോലും തോക്കാണ്ടിരിക്കാൻ നമ്മൾ വിചാരിക്കും ടേബിളിൽ ടോപ്പാണെന്ന്. 6ാമത് അടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ബെൻഫിക്കയും ബാഴ്സലോണയും കഴിഞ്ഞ കളി അത് കോരിത്തെരിപ്പായിരുന്നു കണ്ടവർക്ക് 4-5. പക്ഷെ ലാസ്റ്റത്തെ പെനാൽറ്റി ആയിരുന്ന. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കേസ് പറയട്ടെ, ഈ ബാഴ്സയുടെയും റയലിന്റെയും കളിയില് സെസ്നിക്ക് റെഡ് കാർഡ് കൊടുത്തില്ലേ, ആ സെയിം ഫൗള് കോപ്പ ഡെൽ റേയില് റയലിന്റെ കളിയിലുണ്ടായിരുന്നു. ഒപ്പോണന്റിന് ഒന്നും വിളിച്ചില്ല, എന്തിനും പറയണ്ട. അതാ പറഞ്ഞ റയലിന് വന്നെങ്കിനാ നേരെടുത്ത് എന്താ പറയാ, എന്റെ ചോദ്യത്തിനുള്ള റയലിന് ഫേവറബിൾ ആയിട്ട് പറയുള്ളൂ. നമ്മ മേടിച്ചേക്കണല്ല പറഞ്ഞിട്ട്. അതാണ് പെനാൽറ്റി റഫറിങ് ഡിസിഷൻസ് അങ്ങനെ എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ ഇവനെന്നല്ല ഏതൊരു ബാഴ്സ ഫാനും ഏതൊരാളും പറഞ്ഞു തന്നത് റയലിന്റെ റഫറി, റയലിന്റെ സിസ്റ്റം ഏതൊരാളും പറഞ്ഞു തന്നത് തന്നെയാണ്. കാരണം എന്താ എല്ലാവർക്കും അറിയാം. കണ്ണീക്കടി നിങ്ങൾക്ക് ട്രോഫി ഇട്ടാത്തതിന്റെ വിഷമം ഞങ്ങൾ കളിച്ചു നേടണ്. നീ കരയണം എന്തെങ്കിലും പറയും. ടോപ്പിക്കൂടെ റയലോട്ട് സിറ്റി സോ നിക്ക് ഒരു ഫൈനൽ വെർഡിക്റ്റ്, സിറ്റി റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവോ ഇല്ലേ? ആവും. കാരണം PSG സ്റ്റുട്ട്ഗാർഡും കളി എടുക്കാനുള്ള. PSG എന്തൊക്കെയാലും ജയിക്കും, സ്റ്റുട്ട്ഗാർഡ് നോക്കും. വെയിറ്റ്, വേറൊരു സംഭവം ഉണ്ട്. നമുക്കിപ്പോ സിറ്റി എന്ന് പറയണ്ടേ, ബെൻഫിക്കയുടെ മുകളിൽ കിടക്കുന്ന ക്ലബ്ബാണ് ക്ലബ് ബ്രൂജ്. ക്ലബ് ബ്രൂജും സിറ്റിയും തമ്മിലാ കളി. ബ്രൂജിനും ജയിച്ചേ പറ്റും, ബ്രൂജിന് ഡ്രോ എങ്കിലും ആയേ പറ്റും. ജയിക്കുമല്ലോ. പക്ഷെ സിറ്റി ഇതിൽ മോശമായിട്ടുള്ള ടീമുകളായിട്ട് തോറ്റിട്ടുണ്ട് ഈ സീസൺ. ഇനി തോക്കുമല്ലോ. ആ തോറ്റോണ്ടിരുന്നത് ആ ഒരു സ്ട്രീക്കിലായിരുന്നു. ഇപ്പൊ സ്ട്രീക്ക് ഒന്ന് മാറി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരാള് ജയിക്കും, ഒരാള് തോക്കും. ചെൽസിനെ പൊട്ടിച്ചുകൊണ്ടാണ് ഇത് തന്നെ പണി. റെക്കോർഡിലെത്തി ഇപ്പൊ 2 ടൈ ആന്റണിനേക്കാളും കൂടുതൽ അസിസ്റ്റ് എഡേഴ്സിനുണ്ടെന്ന് തോന്നുന്നുണ്ട്. പാവ ആന്റണിനെ നിങ്ങൾ വിടുന്നില്ല കേട്ടാ. ശരിയാടാ. ഇല്ല, നമുക്ക് ചാമ്പ്യൻസ് ലീഗിലോട്ട് തിരിച്ചു വരാം. അപ്പൊ ഓബിയസ്ലി സിറ്റി കയറൂല എന്നാണ് എന്റെ അഭിപ്രായം. സിറ്റി കയറൂല എന്നാണ് നീ പറയണത്. പുതിയ ടേബിൾ ആയാലും ചെറിയ ഡൗട്ട് ഉണ്ട്. 8 പേര് ക്വാളിഫൈ ചെയ്ത്. അപ്പൊ ഈ 8 പേര് തമ്മിലായിരിക്കും ക്വാർട്ടറിൽ കളി വരാല്ല. റൗണ്ട് ഓഫ് സൈഡിലോട്ട് ക്വാളിഫൈ അവരെ പോട്ട് തിരിക്കും എന്ന് പറഞ്ഞാൽ റൗണ്ട് ഓഫ് 8 ഓൾറെഡി ഒരു പോർട്ടിൽ ഉണ്ടാവും. ഇപ്പറ 4 അങ്ങനെ ഇട്ടിട്ടില്ല, ഫിക്സ്ചർ വരില്ല. റൗണ്ട് ഓഫ് 8 ഒരു പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും, മറ്റേ ബോൾ പെറുക്കെടുക്കുന്ന പോലെ. പിന്നെ റൗണ്ട് ഓഫ് 16 ആരൊക്കെ ജയിച്ചു വന്നു അവരുടെ ഒരു പോർട്ട് വെക്കും. എന്നിട്ട് അതിന്നും മറ്റേ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. സ്പെയിനിൽ നിന്ന് 2 ടീമും സെമി ആവേണ്ട ഒരുമിച്ച് കളിക്കില്ലെന്ന് തോന്നുന്നു. അത് കൺഫേം ആയിട്ട് അറിഞ്ഞില്ല.
അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ സാധാരണ അങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. സെയിം സെയിം കൺട്രി എന്നുള്ളവര് ഇത്ര ഇത് കഴിഞ്ഞിട്ട് റൗണ്ടിലാക്കുള്ളൂ. പണ്ട് റൗണ്ട് ഓഫ് 8 ഉണ്ടാവുമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടായില്ലെന്ന് നമുക്ക് കൺഫേം പറഞ്ഞോളൂ. പോട്ട് തിരിച്ചിട്ടേ അറിയുള്ളൂ. റൗണ്ട് ഓഫ് 16 കഴിഞ്ഞാൽ എങ്ങനെ വരുന്നുള്ളൂ. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ലിവർപൂള് എന്തായാലും കയറിയിട്ടുണ്ട്. ലിവർപൂളും ബാഴ്സലോണ, ഇന്റർ, അത്ലറ്റിക്കോ, ഈ പറഞ്ഞ 5 ടീമും, ആഴ്സണൽ, ഈ പറഞ്ഞ 5 ടീമും കൺഫേം ആണ് റൗണ്ട് ഓഫ് 8 ബാക്കിയുള്ള 3 ടീമുകൾക്ക് ഗോൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കും ലിവർപൂളിനും നല്ല ഗോൾ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ലാസ്റ്റ് കളിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, കാരണം താഴെ കിടക്കണ ആസ്റ്റൺ വില്ല, മൊണോക്കോ, റെയിൽ, ഡോട്ട്മുണ്ട്, ബയൺ 1 പോയിന്റ് വ്യത്യാസമുള്ളൂ. ഇന്നത്തെ ദിവസം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മുകളിൽ കിടക്കണവർക്ക് താഴോട്ട് വരാം, താഴെ കിടക്കണവർക്ക് മുകളിലോട്ട് പോവാം. അങ്ങനത്തെ ഒരു സെനറിയോ ഉണ്ടെന്ന്. സോ എങ്ങനെയാണെങ്കിലും ടേബിള് തകിടം മറിയാം. ആർസണലും കുറച്ച് ഇതിലാണ്. ടോപ്പ് 4 സീനാണ്ട് എടുക്കണ്ട്. ടോപ്പ് 4 സേഫ്, ടോപ്പ് 5 സേഫ് ആണ്. ഈ പറഞ്ഞ ലിവർപൂള്, ബാഴ്സ, ആഴ്സണല്, ഇന്റർ മിലാൻ, അത്ലറ്റിക്കോ മാഡ്രിഡ് ഇവര് സേഫ് ആണ്. AC മിലാൻ, ലെവർകൂസൻ, അറ്റ്ലാന്റയാണ് നമുക്ക് നോക്കേണ്ടത്. പക്ഷെ ലെവർകൂസൻ കയറി പോകുന്നു എനിക്ക് തോന്നുന്നു. അറ്റ്ലാന്റയും മിലാനുമാണ് നോക്കേണ്ടത്. കാരണം അറ്റ്ലാന്റയ്ക്ക് അത്യാവശ്യം ഒരു നല്ല ഫിക്സറാണ്. ആരായിട്ട് അറ്റ്ലാന്റിക് ഫിക്സർ ബാഴ്സലോണയായിട്ട് അറ്റ്ലാന്റിക് കളി. ഇപ്പോൾ ടേബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു അറ്റ്ലാന്റ, ലെവർകൂസൻ, AC മിലാൻ ഇവരാണ് അടിത്തട്ടി കിടക്കണം ടോപ്പ് 8. ഇതിനകത്ത് ലെവർകൂസൻ എന്തോ കയറി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അറ്റ്ലാന്റയുടെ കേസ് കഴിഞ്ഞാൽ അറ്റ്ലാന്റയ്ക്ക് ബാഴ്സലോണയായിട്ടാ മാച്ച്. ഇവിടെ ട്രിക്കി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ ഫോമില്ല, അറ്റ്ലാന്റയും ഫോമില്ല, രണ്ടുപേരും അറ്റാക്കിംഗ് ടീംസാണ്. ബാഴ്സ സേഫാണ്, പക്ഷേ അറ്റ്ലാന്റയെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ.